പറ്റി അറിയുക, നമ്മുടെ ബ്രാൻഡിനെ പറ്റി അറിയുക, നമ്മുടെ പ്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ വാക്കുകളിലായാലും കൃത്യത പാലിക്കുക. അതുണ്ടായാൽ നമുക്കൊരു 60% മാർക്കപ്പേ ആയി. എപ്പോഴും കസ്റ്റമറായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. കസ്റ്റമർക്കും വലിയ തൃപ്തിയാണ് അത്. കാരണം കസ്റ്റമറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയെന്നും അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വല്ല ചെറിയ കിഴിവുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉടമസ്ഥനിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വലിയ വ്യത്യാസമുണ്ട്. അതൊക്കെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ ബോധ്യപ്പെട്ട് നിൽക്കുന്നതാണ്. പുതിയ തലമുറയോട് പറയാനുള്ള പ്രധാന വിശേഷം സർവീസ് മൈൻഡഡ് ആവുക. അതിലൊരു കലർപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പറയുന്ന അത് ട്രാൻസ്പാരൻസി കൃത്യമാവണം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇടപെടലിലും എല്ലാം ട്രാൻസ്പാരൻസി ഉണ്ടാവണം. ഇതുപോലെ ഒരു ചോദ്യം വന്നു, എന്താണ് ഞങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ തയ്യാറാവണം. പേടിച്ച് നിന്നൊരു ബിസിനസ്സുകാരന് പറ്റില്ല. പക്ഷെ അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അസസ് ചെയ്യണം എന്ത് ബിസിനസ്സുകാരാണ്. അപ്പോൾ ഞാൻ ഒരു മോട്ടിവേഷന് വേണ്ടി പറഞ്ഞു, ഇപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടാൻ തരണ്ടെങ്കിൽ ഞാൻ പോയി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോകാനല്ല, എന്നൊപ്പം എന്നെ കേൾക്കുന്ന പിള്ളേരേക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി പറഞ്ഞാണ്, ഞാൻ പോകാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞ അതായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ്റെ കാഴ്ചപ്പാട്. ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോയില്ല ഉണ്ടാവുള്ളൂ. നമ്മൾ ഫ്രണ്ടിലേക്ക് വരണം. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രശ്നമുണ്ടായി, അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി. അത് അനുഭവത്തിൽ അതൊന്നും അത്ര പ്രശ്നമില്ലാത്തൊരു മേഖലയില്ല. ഇപ്പോൾ ബിസിനസ് മാത്രമല്ല, ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്കപ്പോൾ അതിനൊരു മാർഗം കണ്ടെത്തും. എത്രയും വേഗം പ്രശ്നം സോൾവ് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധി. അപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ബുഷിനെയാണ് ഞാൻ റോൾ മോഡലായിട്ട് വെച്ചത്. അത് നമുക്ക് നമ്മളിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞതാണ്. അവരുടെ നന്മകളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സും കൂടിയാണ്. അത് വേണം. അത് ബിസിനസ്സിനൊരു പ്രാധാന്യ ഘടകം. അവർ ചെയ്യണം നന്മകളെ നമ്മൾ അംഗീകരിക്കണം. ഈവൻ എൻ്റെ സ്റ്റാഫ് പോലും ചിലർ നമ്മൾ കണ്ടെത്താത്ത വിഷയങ്ങൾ അവർ പറയും. നമ്മൾ അത്ര ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവില്ല. പറയണേ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം. അപ്പോൾ ഫോർ ദാറ്റ് എക്സ്റ്റെൻറ്റ് ആ ആൾ നമ്മുടെ റോൾ മോഡലാണെന്ന്. C.P. Paul was born on 14th November 1941 as the fourth child of Chungat Pavni and Kunjanamma in Kottapudi near Guruvayur. He had 5 siblings: Chinnamma, Lucy, Baby, Alice and Dr. Joy. Following the footsteps of his father, he joined the family business at a very early age. എൻ്റെ പ്രിയപ്പെട്ട പോളച്ചൻ ചേട്ടൻ സ്വർണ്ണ വ്യാപാര രംഗത്തും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വിജയിച്ച ഒരു ബഹുമുഖ ദാർശനികനായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മഹാരഥൻ. പരമ്പരാഗതമായി സിദ്ധിച്ച സത്യസന്ധതയിലും കൃത്യനിഷ്ഠയിലും ദൈവഭക്തിയിലും അധിഷ്ഠിതമായ വ്യാപാര പാഠങ്ങൾ ആധുനീകരിച്ച് വിപുലീകരിച്ച് തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് തൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പരീക്ഷിച്ച് നൂറുമേനി വിളയിച്ച ഒരു ദീർഘദൃഷ്ടി. കൃത്യനിഷ്ഠയും സത്യസന്ധതയും അശ്രാന്ത പരിശ്രമവുമായിരുന്നു ഈ മഹാശയന്റെ മുഖമുദ്ര. വൈവാഹികം. ലില്ലി പോൾ. സ്വന്തം ലേഖകൻ, കുന്നംകുളം, ഫെബ്രുവരി 23. കുന്നംകുളത്തെ പ്രധാന സ്വർണ്ണ വ്യാപാരിയായ ചുങ്കത്ത് പാവുണ്ണിയുടെ പുത്രൻ ശ്രീമാൻ പോളും മേലൂർ തെക്കൻ കൊച്ചുവറീതിൻ്റെ പുത്രി കുമാരി ലില്ലിയും തമ്മിലുള്ള വിവാഹം ഇന്നലെ കാലത്ത് 9 മണിക്ക് മേലൂർ പള്ളിയിൽ വെച്ച് റവറൻ ഫാദർ G.T. മാളിയേക്കലിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ സമംഗളം നടന്നിരിക്കുന്നു. വിവാഹത്തോടനുബന്ധിച്ച് വരൻ്റെ കുന്നംകുളത്തുള്ള വസതിയിൽ വെച്ച് നടന്ന ഡിന്നറിലും തേയില സൽക്കാരത്തിലും ധാരാളം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുകയുണ്ടായി.
തൻ്റെ ആദർശങ്ങൾക്കനുസൃതമായ വ്യക്തമായൊരു നിലപാട് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം പുലർത്തിയിരുന്നു. ആരുടെയും പക്ഷം ചേരാതെ ശരിയുടെ പക്ഷത്ത് മാത്രം നിലയുറപ്പിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏത് കാര്യങ്ങളിലായാലും കൃത്യമായി ഗൃഹപാഠം ചെയ്ത് മാത്രമാണ് മുന്നോട്ട് നീങ്ങാറുള്ളത്. മിക്കവാറും കാര്യങ്ങൾ എഴുതി നോട്ട് തയ്യാറാക്കുവാൻ പറയുമായിരുന്നു. അതുപോലെ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യത പാലിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് വിശ്വസിക്കുന്നു. C.P. Paul kept his beliefs close to his heart. He perfected a daily prayer which is used in all Chunga jewelry outlets to begin the day with. കാരണവാനായ ദൈവമേ, ഒരു പുതിയ പ്രഭാതം കാണുവാനും അങ്ങേ സന്നിധിയിൽ ഒന്നിച്ചു കൂടുവാനും കൃപ നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർണ്ണ വ്യാപാര രംഗത്ത് തൻ്റെ വ്യക്തിമുദ്രയും സാമൂഹ്യ രംഗത്തുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത പോളേട്ടൻ ചാലക്കുടി ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായ അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഏറ്റവും വിജയകരമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത് എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപ പോളേട്ടന് ഇനിയും ദൈവസന്നിധിയിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്